വനഭൂമി കയ്യേറി കുടിൽകെട്ടി പ്രതിഷേധവുമായി തൃശൂർ മലക്കപ്പാറ വീരൻകുടിയൂരിലെ ആദിവാസി കുടുംബങ്ങൾ. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്ന് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാർ നടപടികൾ വൈകുന്നതിനെ തുടർന്നാണ് പ്രതിഷേധം. കുടിൽകെട്ടുന്നത് തടയാൻ വനംവകുപ്പും പോലീസും ശ്രമിച്ചെങ്കിലും തടയാനായില്ല. വീരൻകുടിയൂരിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതം 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിനി, പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം പ്രധാനമായും എന്താണ്? ഇതിനോട് അധികൃതരുടെ ഒരു നിലപാട് അത് ഏത് വിധമാണ്? അശ്വിൻ. തൃശൂരിൽ വനഭൂമി കയ്യേറി കുടിൽകെട്ടി പ്രതിഷേധവുമായി മലക്കപ്പാറ വീരൻകുടിയൂരിലെ ആദിവാസി കുടുംബങ്ങൾ. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്ന് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാർ നടപടികൾ വൈകുന്നുവെന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ ആവശ്യത്തോടുള്ള അധികൃതരുടെ നിലപാട് ഏത് വിധമാണ്? അശ്വിൻ. ശ്രീലക്ഷ്മി, 2018 മഹാപ്രളയത്തിലാണ് ഈ വീരൻകുടി ഊരിനെ ആ പ്രളയം വലിയ തോതിൽ ബാധിക്കുന്നത്. ഊരിന്റെ 2 ഭാഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കാലത്ത് പ്രളയം പോയിരുന്നു. അതിനുശേഷം 2019-ലും 20-ലും ഒക്കെ പലകുറി അവിടെ ഉരുൾപൊട്ടലും ഉണ്ടായി. അങ്ങനെ ആ ഊരിലെ പല ഭാഗങ്ങളും വാസയോഗ്യമല്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതിനു മുമ്പ് 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ഇവരുടെ ദുരിത ജീവിതം പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ സർക്കാർ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. അങ്ങനെ 7 കുടുംബങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് വീടൊരുക്കി നൽകാം, അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി നൽകാം എന്നൊരു ഉറപ്പ് സർക്കാർ നൽകി. പക്ഷേ ആ നടപടികൾ ഇതുവരെയും മുന്നോട്ട് പോകുന്നില്ല. പുനരധിവാസം അനന്തമായി നീളുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബങ്ങൾ ഒരു പരസ്യ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മലക്കപ്പാറയിലാണ് വനഭൂമി കയ്യേറി അവർ കുടിൽ കെട്ടി ഒരു പ്രതിഷേധം എന്നോണം താമസിച്ചു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധത്തെ എതിർത്തുകൊണ്ട് വനപാലകരുമൊപ്പം പോലീസുമൊക്കെ രംഗത്തെത്തിയെങ്കിലും ആദിവാസി വിഭാഗത്തിന്റെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ നിന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പിൻവാങ്ങേണ്ടി വന്നു. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതിലൊരു ഉറപ്പ് നൽകാതെ, അതായത് ഇവരുടെ പുനരധിവാസത്തിൽ സർക്കാർ ഒരു വ്യക്തമായ ഉറപ്പ് നൽകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് സമരക്കാർ ഉള്ളത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.